ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താണ് പാപം? ദൈവസ്നേഹത്തിനെതിരെ നാം ചെയ്യുന്നത് എന്തും പാപമാണ്. ദൈവസ്നേഹം എന്നത് നിസ്സാരമായ ഒന്നല്ല. ദൈവം തന്റെ അനന്ത സ്നേഹത്താലാണ് സൃഷ്ടികർമ്മം നിർവഹിച്ചത്. ഈ പ്രപഞ്ചം മുഴുവൻ നിലകൊള്ളുന്നതും ആ സ്നേഹത്താലാണ്. ആ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സ്നേഹത്തിനെതിരെ നമ്മുടെ ചിന്തയാലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ അറിഞ്ഞും അറിയാതെയും ഒക്കെ ചെയ്യുന്നവയെല്ലാം പാപമാണ്. പാപത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ അതിന്റെ 386 ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നു. അത് ദൈവനിഷേധവും അവിടത്തോടുള്ള എതിർപ്പുമാണ്. എന്നാൽ ചെറുതും വലുതുമായ പാപത്തെ ന്യായീകരിക്കാൻ മനുഷ്യൻ കണ്ടെത്തുന്ന ചില ഉത്തരങ്ങളുണ്ട്. പാപമെന്നത് കേവലം വളർച്ചാ സംബന്ധമായ വൈകല്യമായും മാനസിക ദൗർബല്യമായും ഒരബദ്ധമായും സാമൂഹിക വ്യവസ്ഥിതിയുടെ അനിവാര്യ ഫലമായുമാണ് കണക്കാക്കുന്നത്. ഇവ 387 ഖണ്ഡികയിൽ ചൂണ്ടിക്കാട്ടുന്നു. യഥാർത്ഥത്തിൽ ദൈവം മനുഷ്യന് നൽകിയ വിലമതിക്കാനാകാത്ത സ്വാതന്ത്ര്യത്തിന്റെ ദുരുപയോഗമാണ് പാപം എന്ന് ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കണം. സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോൾ ദൈവത്തെയും മറ്റുള്ളവരെയും അന്യോന്യം സ്നേഹിക്കാനുള്ള കൃപയാണ്. നശ്വരമായ ഈ ലോകത്തിന്റെ സ്വാതന്ത്ര്യങ്ങളിൽപ്പെട്ട് നരകാഗ്നിക്കിരയായി തീരാതെ അനശ്വരമായ ദൈവസ്നേഹം സ്വീകരിക്കാൻ, അത് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. പാപത്തോട് ഒരു ബിഗ് നോ പറഞ്ഞ് വിശുദ്ധിക്കായി നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.